യുവജനതയുടെ പങ്കാളിത്തവും പുരോഗതിയും ഇല്ലാതെ രാജ്യത്ത് വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ കഴിയില്ലെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ. ഈ മാസം 10, 11, 12 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന വികസിത് ഭാരത് യുവ നേതാക്കളുടെ സമ്മേളനത്തിൽ കേരളത്തിൽ നിന്ന് പങ്കെടുക്കുന്നവരുടെ യാത്രയയപ്പ് ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. We are after independence in the 76th or 77th year of independence. Many other countries who attained independence or they themselves came into existence, they have become developed countries. We have not so far. Now the time has come not for the people who have grey hairs like me. I am an old person like here speaking before you. But my friends, you are the young one. By 2047, you will be witnessing the Vikasit Bharat, that is developed Bharat. You will be witnessing. I don't know whether I will be that time on this earth or not. But you are certainly there, certainly. By God's grace and God's Ashirwad, you all will be witnessing the developed nation. കേരളത്തിൽ നിന്ന് 39 പേരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. രാജ്യത്തെ യുവജനതയുടെ കഴിവുകൾ കണ്ടെത്തി കൂടുതൽ അവസരങ്ങൾ പ്രദാനം ചെയ്യുകയെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടാണ് ഇത്തരത്തിലൊരു പരിപാടിക്ക് പിന്നിലെന്നും അർലേക്കർ പറഞ്ഞു. വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിൽ പങ്കെടുക്കാനായി കേരളത്തിൽ നിന്നുള്ള പ്രതിനിധി സംഘം പുറപ്പെട്ടു. ഈ മാസം 10 മുതൽ 12 വരെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ് സമ്മേളനം നടക്കുന്നത്. കേരളത്തിൽ നിന്നും 39 അംഗങ്ങളുടെ സംഘമാണ് തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ടത്.